ഈശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ നമ്മളെല്ലാവരെയും സമ്മർദ്ദമായി അനുഗ്രഹിക്കട്ടെ. നമുക്ക് ദാനിയേലിൻ്റെ പുസ്തകത്തിൽ 2-ാം അധ്യായത്തിൽ 34 മുതലുള്ള വചനങ്ങൾ വായിക്കാം. നീ നോക്കിക്കൊണ്ടിരിക്കെ ഒരു കല്ല് ആരും തൊടാതെ അടർന്നു വന്ന് ബിംബത്തിൻ്റെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കി. ഇരുമ്പും കളിമണ്ണും ഓടും വെള്ളിയും സ്വർണവുമെല്ലാം ഒന്നുപോലെ പൊടിഞ്ഞ് വേനൽക്കാലത്ത് മെതിക്കളത്തിലെ പതിര് പോലെയായി. അവയുടെ ഒരു തരി പോലും കാണാനില്ലാത്ത വിധം കാറ്റ് അവയെ പറത്തിക്കൊണ്ടുപോയി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി തീർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ഇതൊരു സ്വപ്നമാണ്. ആ സ്വപ്നത്തെ കുറിച്ചുള്ള ആവിഷ്കാരമാണ്. ഒരു കല്ല് ആരും തൊടാതെ അടർന്ന് വീണ് പ്രതിമയുടെ ഇരുമ്പും കളിമണ്ണും ചേർന്ന പാദങ്ങളിൽ പതിച്ച് അതിനെ ഛിന്ന ഭിന്നമാക്കി. പ്രതിമ തകർത്ത കല്ലാകട്ടെ ഒരു മഹാപർവ്വതമായി വളർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ചരിത്രം പ്രതീകാത്മക ദർശനങ്ങളിലൂടെ അവതരിപ്പിക്കുന്ന ഒരു സാഹിത്യ രൂപമാണ് ദാനിയേലിന്റെ പുസ്തകത്തിൽ മുഖ്യമായും ഉപയോഗിച്ചിരിക്കുന്നത്. സ്വയം ദൈവമായി പ്രഖ്യാപിച്ച് ദൃശ്യനായ ദൈവം എന്നർത്ഥമുള്ള എപ്പിഫാനസ് എന്ന നാമം സ്വീകരിച്ച അന്ത്യോക്കസ് 4 എന്ന സിറിയൻ രാജാവിൻ്റെ മതമർദ്ദനത്തിൽ മനം തകരാതെ തങ്ങളുടെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി ജനത്തെ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി രചിക്കപ്പെട്ടതാണ് ദാനിയേലിൻ്റെ പുസ്തകം. വരാനിരിക്കുന്ന രക്ഷകനെ മേഘങ്ങളിൽ വരുന്ന മനുഷ്യപുത്രനായി ചിത്രീകരിച്ച ഗ്രന്ഥകാരൻ രക്ഷകൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തെയും ചിത്രീകരിക്കുന്ന ഒരു പ്രതീകമാണ് ഇവിടെ ചർച്ചാവിഷയമായ കല്ല്. നബൂഖദ്നേസർ സ്വപ്നത്തിൽ കണ്ട ഭീകരമായ പ്രതിമ ഒന്നിന് പുറകെ ഒന്നായി മധ്യപൗരസ്ത്യ ദേശത്ത് ഭരിച്ച 4 സാമ്രാജ്യങ്ങളെയും അവയുടെ സ്വഭാവ സവിശേഷതകളെയും സൂചിപ്പിക്കുന്നു. ബാബിലോൺ, മേദിയ, പേർഷ്യ, ഗ്രീസ് എന്നിവയാണ് ആ 4 സാമ്രാജ്യങ്ങൾ. അന്നത്തെ 4ാമത്തെ സാമ്രാജ്യം അതിശക്തമായ അലക്സാണ്ടർ മഹാരാജാവിനെ സ്ഥാപിച്ച ഗ്രീക്ക് സാമ്രാജ്യമാണ്. എന്നാൽ അലക്സാണ്ടറിന്റെ മരണത്തെ തുടർന്ന് രാജ്യം പലതായി വിഭജിക്കപ്പെട്ടു. അവയിൽ ടോളമിയുടെ ആധിപത്യത്തിൽ വന്ന ഈജിപ്തും സിലുക്കാസിന്റെ കീഴിലായ സിറിയയും ഇവിടെ പരാമർശ വിഷയമാവുന്നുണ്ട്. വചനത്തിൽ പരസ്പരം കലർന്ന് ഒന്നാകാൻ കഴിയാതെ വേറിട്ട് നിൽക്കുന്ന ഇരുമ്പും കളിമണ്ണും പോലെയാണ് പരസ്പരം യോജിക്കാൻ ശ്രമിച്ചിട്ടും കലഹിച്ചും കഴിഞ്ഞ ഈ 2 രാജ്യങ്ങളെക്കുറിച്ചുള്ള ആ ചിത്രം നമുക്ക് ദാനിയേലിന്റെ പുസ്തകത്തോട് മനസ്സിലാവുന്നത്. ഇതാണ് ഗ്രന്ഥകർത്താവിന്റെ രാഷ്ട്രീയ പശ്ചാത്തലം. ഇത്രയും ചരിത്രം തുടർന്ന് വരുന്നതാണ് ഭാവിയെ സംബന്ധിച്ചുള്ള ദർശനം അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. ആരും തൊടാതെ പാറകളിൽ നിന്ന് അടർന്നു വീണ കല്ല് ദൈവം തന്നെ നേരിട്ടയക്കുന്ന ഒരു രാജാവിനെ സൂചിപ്പിക്കുന്നതായിരുന്നു. ആ രാജാവ് സ്ഥാപിക്കുന്ന രാജ്യത്തെയാണ് കല്ല് പർവ്വതമായി വളരുന്നതിലൂടെ സൂചിപ്പിച്ചത്. ഇത് വരാനിരിക്കുന്ന മിശിഹ രാജാവിൻ്റെയും അവൻ സ്ഥാപിക്കുന്ന ദൈവരാജ്യത്തിൻ്റെയും പ്രതീകമാണ്. ഇസ്രയേലിൽ ജനിക്കാൻ പോകുന്ന ഒരു രാജാവിനെയാണ് ഇവിടെ സ്വപ്നം കാണുന്നതെങ്കിലും മനുഷ്യ കരസ്പർശം കൂടാതെ അടർന്നു വരുന്ന എന്ന പ്രയോഗം ആ രാജാവിൻ്റെ നിഗൂഢതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. ആ നിഗൂഢതയാണ് യേശുവിൻ്റെ കന്യാജന്മത്തിൽ ചുരുളടിയുന്നത്. കല്ല് പർവ്വതമായി വളർന്നു ഭൂമി നിറഞ്ഞു. അതുപോലെ യേശു സ്ഥാപിച്ച ദൈവരാജ്യം ഭൂമിയിൽ നിറയുന്നു. അതാണ് അതിൻ്റെ കഥ, അല്ലെങ്കിൽ അതിൻ്റെ ആ സ്വപ്ന ദർശനത്തിൻ്റെ എന്താ പറയുക, അതിൻ്റെ അർത്ഥവും വ്യാപ്തിയും. പ്രതിമ ധൂളിയായും കാറ്റിൽ പറന്നത് ഈ ലോകത്തിന് വരാനിരിക്കുന്ന സമൂലമായി നവീകരണത്തെ സൂചിപ്പിക്കുന്നു. അനീതിയിലും അക്രമങ്ങളിലും അടിയുറച്ച സകല സാമ്രാജ്യങ്ങളെയും ദൈവം തകർത്ത് തരിപ്പണമാക്കും. ആ സ്ഥാനത്ത് നീതിയും റോമക്കാർക്ക് എഴുതിയ ലേഖനത്തില് 14:17 പറയുന്നുണ്ട്, പൗലോസ് പറയുന്നുണ്ട്, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമായ ദൈവരാജ്യം സ്ഥാപിതമാകും.
ഈ പ്രവചനം തന്നിൽ യഥാർത്ഥമാക്കിയിരിക്കുന്നു എന്ന് യേശു പ്രഖ്യാപിച്ചു. യഹൂദ നേതാക്കൾ അത് കേൾക്കുകയും ചെയ്തു. എന്നാൽ അത് സ്വീകരിച്ച് മനസ്സാന്തരപ്പെട്ട് വഴിമാറാനല്ല, യേശുവിനെ വധിക്കാനാണ് അവർ തീരുമാനിച്ചത്. അതാണ് വ്യത്യാസം എന്ന് ജെറൂസലമിലെ സംഘട്ടനത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ദൈവരാജ്യത്തെ മുന്തിരിത്തോട്ടത്തോടും യഹൂദ നേതൃത്വത്തെ കൃഷിക്കാരോടും ഉപമിച്ച കഥയുടെ അവസാനം തോട്ടത്തിൻ്റെ ഉടമയുടെ ഏകപുത്രനെ വധിച്ചവർക്കെതിരെ വിധിപ്രസ്താവം എന്ന നിലയിൽ യേശു പറഞ്ഞ വാക്കുകളിൽ കല്ലിനെ സംബന്ധിച്ച് 2 പ്രവചനങ്ങൾ ഒരുമിച്ച് നമുക്ക് കാണാൻ സാധിക്കും. ആ കല്ലിന്മേൽ പതിക്കുന്ന ഏതൊരുവനും തകരും, അത് ആരുടെ മേൽ പതിക്കുന്നുവോ അവനെ അത് ധൂളിയാക്കും, പൊടിയാക്കും. ലൂക്കയുടെ സുവിശേഷത്തിലെ 20:18 പറയാണ്. ഇതിൽ ആദ്യത്തേത് യേശയ്യ പറഞ്ഞ ഇടർച്ചയുടെ കല്ലിനെയാണ്. യേശയ്യ 8:14 പറയാണ്. രണ്ടാമത്തെ ദാനിയേൽ കണ്ട പാറയിൽ നടന്നു വീണ കല്ലിനെയും തങ്ങൾക്കെതിരായിട്ടാണ് അവൻ ഉപമ പറഞ്ഞതെന്ന് നിയമജ്ഞരും പ്രധാന പുരോഹിതരും ചിന്തിച്ചു. അങ്ങനെ അവനെ കയ്യേറ്റം ചെയ്യാനായിട്ട് ശ്രമിച്ചു. ലൂക്കയുടെ 20:19 വായിച്ചാൽ മനസ്സിലാവും. സ്വീകരിക്കാൻ സന്നദ്ധനാകുന്നവരെ പടുത്തുയർത്തുകയും തിരസ്കരിക്കുന്നവരെ തകർത്തെറിയുകയും ചെയ്യുന്ന ദൈവം അയച്ച ദൈവം തന്നെയായ രക്ഷകന്റെ ചിത്രമാണ്. മനസ്സിലാക്കണം, ദൈവം അയച്ച ദൈവം തന്നെയായ രക്ഷകന്റെ ചിത്രമാണ് ഈ 2 കല്ലുകളുടെയും പ്രതീകങ്ങളോടെ അവതരിപ്പിക്കുന്നത്. പ്രിയമുള്ളവരെ, നമുക്ക് ഈ കല്ല് വന്നാൽ എങ്ങനെയായിരിക്കും, ഐശ്വര്യമാവോ, നമ്മളെല്ലാം ധൂളിയായിട്ട് പോവോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരവസ്ഥയാണ്. യേശുവിനെ മുറുകെ പിടിക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വചനത്തിൽ പറഞ്ഞ പോലെ നീതിയും സമാധാനവും പരിശുദ്ധാത്മാവുള്ള സന്തോഷവുമാണ് നമ്മുടെ ആ യഥാർത്ഥ കല്ലിൻ്റെ പ്രതീകമായിട്ട് നമുക്ക് ലഭിക്കുന്നത്. ആ പുതിയ രാജ്യം അതാണ്. നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവുമായ ദൈവരാജ്യം സ്ഥാപിതമാവും. ദൈവവചനം ഒരിക്കലും തെറ്റുകയില്ല. അതുകൊണ്ടാണ് ആകാശം ഭൂമിയും കടന്നു പോയാലും ശരി, എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല. ദൈവവചനങ്ങളെല്ലാം അത് പ്രാവർത്തികമാക്കാനുള്ളതും അത് നടന്നുകൊണ്ടിരിക്കുന്നതും അത് എന്നേക്കുമായിട്ടുള്ളതാണ്. ഒരിക്കലും മാറ്റമില്ല, യാതൊന്നിനും മാറ്റമില്ല. ദൈവവചനം എന്നും സ്ഥായിയായി നിൽക്കും. പ്രിയമുള്ളവർ, നമുക്ക് ദൈവവചനത്തിൻ്റെ വചനങ്ങളുടെ ആത്മാവിലേക്ക് കയറി ചെന്ന് അവിടെ നിന്ന് ലഭിക്കേണ്ടതായ ആ വിസ്ഡം, ജ്ഞാനം നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ വചനം വായിക്കാതെ, ദൈവം പറഞ്ഞത് മനസ്സിലാക്കാതെ അനീതികളെ പുറകെ പോകുമ്പോൾ അവരെല്ലാം തകർന്നു പോകുന്ന ധൂളിയായിട്ട് മാറും. ഒന്നും കാണില്ല അവിടെ, അവൻ ധൂളിയായിട്ട് ഇല്ലാതായിത്തീരും. പക്ഷേ യേശുവിൻ്റെ വചനത്തോട് ചേർന്ന് നിൽക്കുന്നവൻ ആ കല്ലിനെ ആ കല്ലെന്തായിരിക്കും? വലിയ കല്ലാകട്ടെ മഹാപർവ്വതമായി വളർന്ന് ഭൂമി മുഴുവൻ നിറഞ്ഞു. ദാനിയേലിൻ്റെ സ്വപ്നമാണ്. ആ സ്വപ്നത്തിൻ്റെ പൂർത്തീകരണമാണ് യേശു ക്രിസ്തു. നമ്മൾ ഏത് ചിന്തിക്കുമ്പോൾ നമുക്ക് എങ്ങനെ മനസ്സിലാക്കി കിട്ടും എന്നുള്ളത് നമ്മളിലുള്ള വിശുദ്ധിയുടെ വെളിച്ചത്തിലും നമ്മളിലുള്ള അഭിഷേകത്തിൻ്റെ വെളിച്ചത്തിലുമൊക്കെ ആയിത്തീരും. ഓരോരുത്തർക്കും ഒരു രീതിയിലാണ് എല്ലാ കാര്യങ്ങളും മനസ്സിലാവും. ഒരു കാര്യം ഒരാൾ പറഞ്ഞാൽ ഇന്നത്തെ ലോകത്ത് ഓരോ വ്യക്തിയും അതെടുക്കുന്നത് പല രീതികളിലായിരിക്കും. അത് എങ്ങനെയാണത്? അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവരുടെ എക്സ്പീരിയൻസസ്, അവൻ മറ്റുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതിനെ എല്ലാം അവൻ അനലൈസ് ചെയ്ത് അവനതിന് മറ്റൊരു വേർഷൻ ഉണ്ടാക്കി അവൻ സ്വീകരിച്ച് ആ വേർഷനാണ് ശരി എന്ന് ചിന്തിച്ച് ജീവിക്കുമ്പോൾ അവിടെ എന്തുണ്ടാവും? ദൈവം പറഞ്ഞ സംഭവമൊന്നും നടക്കത്തില്ല. അവിടെ നമ്മുടെ പൈശാചിക ചിന്തയിലേക്ക്, നെഗറ്റീവ് ചിന്തയിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. പ്രിയമുള്ളവരെ, മനസ്സിലാക്കുക, നമ്മളെ തന്നെ വിട്ടുകൊടുക്കുക. എൻ്റെ ഈശോയെ ഞങ്ങളെ തന്നെ വിട്ടുതരുന്നു. കർത്താവേ,
നിന്റെ ദൈവരാജ്യത്തിലേക്ക് പ്രവേശിക്കാനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഒരുക്കണമേ. ഞങ്ങൾക്ക് ജ്ഞാനം നൽകണമേ. അനാവശ്യമായ കാര്യങ്ങളെല്ലാം ഒഴിവാക്കി നിന്റെ ദൈവരാജ്യത്തിലേക്ക് കടന്നു വരാനുള്ള എല്ലാ യോഗ്യതയും ഞങ്ങൾ മക്കൾക്ക് അങ്ങ് നൽകണമേ പിതാവേ. ഞങ്ങൾ പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ.